അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക മൂന്നാമത്തെ ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഇഫ് എനി ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഫൈൻഡ് ഓൾസോ ദ ലോക്കൽ മാക്സിമം ആൻഡ് ദ ലോക്കൽ മിനിമം വാല്യൂസ് ആസ് ദ കേസ് മേ ബി. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം ലോക്കൽ മാക്സിമയും അതുപോലെ ലോക്കൽ മിനിമ എന്നിവയാണ് വേണ്ടത്. നേരത്തെ മാക്സിമവും മിനിമയും ആയിരുന്നു, ഇവിടെ എന്തുണ്ട് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ എന്നാണ് ചോദിച്ചേക്കാം. വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലോക്കൽ മാക്സിമവും അതുപോലെ തന്നെ ലോക്കൽ മിനിമവും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. എന്ത് ചെയ്യുക, ചെയ്യാനായിട്ടൊരു സെപ്പറേറ്റ് മെത്തേഡ് ഉണ്ട്. ആ ഒരു പ്രൊസീജിയർ അതുപോലെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്. ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് അതിൽ നിന്നുമാണ് ആ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്നിവ എടുക്കുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ g(x) x³ - 3x ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: g(x) എന്നെടുത്തു. അപ്പോൾ g(x) x³ - 3x ആണ് നമ്മുടെ ചോദ്യം. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം അതുപോലെ ലോക്കൽ മിനിമ എന്നിവയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം, തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണോ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ g(x) ആയതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവാണ് g'(x). x³ ഡെറിവേറ്റീവാണ് 3x² മൈനസ് അതുപോലെ 3xൻ്റെ ഡെറിവേറ്റീവാണ് -3. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു. ഇനി എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസാണ് വേണ്ടത്. സോ ആ എക്സ് വാല്യൂസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ g'(x)നെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ. സോ ഇവിടെ g'(x)ൻ്റെ വാല്യൂ 3x² - 3 ആണ്. അതിനെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. സോ ഈ രണ്ട് ടേമിൽ നിന്നൊരു 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3 × x² - 1 എന്ന് എഴുതാൻ പറ്റും. = 0 ആണ്. അതൊന്നുകൂടെ സോൾവ് ചെയ്യുകയാണെങ്കിൽ 3 അപ്പുറം കൊണ്ടുപോയി 0 ആകും. ബാക്കി അവിടെ x² - 1 = 0 ആണ്. എഴുതി നോക്കുക. സോ അതിൽ നിന്ന് x² വാല്യൂ 1 എന്ന് കിട്ടും നിങ്ങൾക്ക്. സോ അവിടെ കിട്ടിയ x² വാല്യൂ 1 ആണെങ്കിൽ അതിന് എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, റൂട്ട് എടുത്തു കഴിഞ്ഞാൽ √1 എന്ന് കിട്ടും. അപ്പോൾ √1 വാല്യൂ +or-1 ആണ്. അപ്പോൾ അവിടെ എക്സിന് 2 വാല്യൂസ് കിട്ടി, +1 എന്നും കിട്ടി, അതുപോലെ -1 എന്നും കിട്ടി. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, എക്സിൻ്റെ 2 വാല്യൂസ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചു. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അടുത്തായിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. അതാണ് g'(x). അപ്പോൾ g'(x)ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ g'(x) ഇതായിരുന്നു, 3x² - 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വേണം. 3x² ഡെറിവേറ്റീവ് ആണ് 6x എന്ന് വരും, 6x ആണ്. -3 കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. അപ്പോൾ കിട്ടിയ സെക്കൻഡ് ഡെറിവേറ്റീവ് അതാണ് എന്ത്, 6x എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം, ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൽ നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഓരോന്നായിട്ട് കൊടുക്കുക. ഇവിടെ 1ഉം -1ഉമാണ് എക്സിന് വാല്യൂസ് കിട്ടിയത്. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവിൽ കിട്ടിയ ടേമിലെ എക്സിന് പകരം ഈ 1 കൊടുക്കുക ആദ്യം. ശേഷം എന്ത് ചെയ്യുക, -1 കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ എക്സിന് പകരം 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ g'(-1ൻ്റെ വാല്യൂ -1 കൊടുത്തു കഴിഞ്ഞാൽ g'(-1ൻ്റെ വാല്യൂ 6 × -1 അത് -6 ആണ്. അത് <0 എന്ന് കിട്ടി. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യുക, അടുത്ത +1 കൊടുക്കുക. +1 കൊടുത്തു കഴിഞ്ഞാൽ g'(-1 = 6 × 1 = 6 എന്ന് കിട്ടും. ഓക്കെ, 2 വാല്യൂസ് കിട്ടി. g'(-1) കണ്ടുപിടിച്ചു, g'(-1) കണ്ടുപിടിച്ചു. ഇനി ഇതിൽ നിന്നും എന്താണ് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്ന് പറയാം. അപ്പം g'(-x'ൻ്റെ വാല്യൂ <0 ആണെങ്കിൽ ആണെങ്കിൽ ഫംഗ്ഷന് മാക്സിമം വാല്യൂവും, അതുപോലെ g'(-x'ൻ്റെ വാല്യൂ <0 ആണെങ്കിൽ ഫംഗ്ഷന് മിനിമം വാല്യൂസും ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഓർക്കുക, <0 ആണെങ്കിൽ മാക്സിമം വാല്യൂവും <0 ആണെങ്കിൽ മിനിമം വാല്യൂസുമാണ് ഉള്ളത്. അപ്പോൾ നോക്കാം, ഫസ്റ്റ് കിട്ടിയത് g'(-x'ൻ്റെ വാല്യൂ <0 എന്നാണ്. സോ ഈ പർട്ടിക്കുലർ പോയിൻറ്റ് -1ൽ g(x)ന് ഉള്ളത് മാക്സിമം വാല്യൂ ആണ്. അതാണ് പറഞ്ഞേക്കുക, g ഹാസ് എ ലോക്കൽ മാക്സിമ അറ്റ് x = 1. സോ ദ ലോക്കൽ മാക്സിമം വാല്യൂ അറ്റ് x = -1 ഈസ് g(-1 = 2 ആണ്.
അതായത് നമുക്കിനി എന്ത് വേണം, രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ ലോക്കൽ മാക്സിമം ആണോ മിനിമം ആണോ ചെക്ക് ചെയ്യണം, അതുപോലെ ആ മാക്സിമം വാല്യൂസും അല്ലെങ്കിൽ മിനിമം വാല്യൂവും കൂടെ വേണമായിരുന്നു. സോ എന്ത് ചെയ്യുക, ഇവിടെ <0 കിട്ടിയ അതിൻ്റെ അർത്ഥം എന്താണ്, മാക്സിമം വാല്യൂ എന്നാണ്. സോ എന്താണ്, ജി ഹാസ് എ ലോക്കൽ മാക്സിമ അറ്റ് എക്സ് ഈക്വൽ ടു -1. ഇനി വാല്യൂ വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ എക്സിന് നമ്മളിവിടെ -1 കൊടുത്തപ്പോഴാണ് <0 എന്ന് കിട്ടിയത്. സോ ആ -1 എടുത്ത് എന്ത് ചെയ്യുക, ജി ഓഫ് എക്സിൽ കൊടുക്കുക. അപ്പം ജി ഓഫ് എക്സ് ഇതായിരുന്നു x³ - 3x ആണ്. ഇവിടെ എക്സിന് പകരം -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ മിനിമം വാല്യൂ കിട്ടും. അതാണ് ഇവിടെ എക്സിന് -1 കൊടുത്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് 2. ആ 2 ആണ് മിനിമം വാല്യൂ. അതുപോലെ നേരെ തിരിച്ച് G∬ ഓഫ് 1ൻ്റെ വാല്യൂ >0 ആണ്. അപ്പോൾ >0 എന്താണ്, മിനിമം വാല്യൂ ആണെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞേക്കുക ജി ഹാസ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇനി എന്ത് വേണം, ആ മിനിമം വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ജി ഓഫ് എക്സിനകത്ത് എക്സിന് പകരം 1 എന്ന് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ -2 ആണ്. അപ്പോൾ ആ -2 ആണ് നിങ്ങളുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 5ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, f(x) = x³ - 6x² + 9x + 15, x element ഓഫ് ക്യാപിറ്റൽ R ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്, ലോക്കൽ മാക്സിമയും അതുപോലെ ലോക്കൽ മിനിമം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ എന്ത് ചെയ്യുക, ലോക്കൽ മാക്സിമം വാല്യൂവും അതുപോലെ മിനിമം വാല്യൂവുമാണ് നമുക്ക് വേണ്ടത്. സോ എന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അവിടെ f(x)ൻ്റെ ഡെറിവേറ്റീവാണ് f'(x) = നമുക്ക് കിട്ടുക. ആദ്യത്തെ ടേം x³ ആണ്. x³ ഡെറിവേറ്റീവ് 3x² എന്ന് കിട്ടും. നടുക്ക് മൈനസ്. അതുപോലെ പിന്നെ അടുത്ത ടേം 6x² ആണ്. ഡെറിവേറ്റീവ് 12x എന്ന് കിട്ടും. ലാസ്റ്റ് 9x ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് +9 എന്ന് വന്നു. ലാസ്റ്റ് +15 ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 ആയിപ്പോയി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് f'(x)ൻ്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഈ കിട്ടിയ f'(x)നെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. f'(x) = 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ f'(x)ൻ്റെ വാല്യൂ 3x² - 12x + 9 ആണ്. അതിനെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ഇത് സോൾവ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഈ 3 ടേമിൽ നിന്ന് നമുക്കൊരു 3 കോമൺ എടുക്കാൻ പറ്റും. ഇവിടെ ഒരു 3 ഉണ്ട്. ഇവിടുന്ന് ഒരു 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ 4 വരും. ഇവിടുന്ന് ഒരു 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3 എന്ന് വരും. ഒരു 3 പുറത്തെടുക്കുക. ശേഷം കിട്ടുന്ന ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും x² - 4x + 3 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ സോൾവ് ചെയ്യുക. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x - 1 × x - 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3 × x - 1 × x - 3 എന്നായിരിക്കും ലാസ്റ്റ് കിട്ടുന്ന സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേം. അതിന് നമ്മൾ എന്ത് ചെയ്തു, =0 എന്ന് കൊടുത്തു. ഇവിടെ 3 ടേംസിൻ്റെ പ്രോഡക്റ്റാണ് 0യ്ക്ക് ഈക്വലായിട്ട് കിടക്കുക. ഒന്നുകിൽ എന്തായിരിക്കും, ഇതിൽ ഓരോ ടേമും 0യ്ക്ക് ഈക്വേറ്റ് ചെയ്യാം. അപ്പോൾ 3 നമുക്ക് ഒരിക്കലും എന്തില്ല, 0യുമായിട്ട് ഈക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ടേം x - 1നെ 0യുമായിട്ട് ഈക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ x - 1 = 0 ആണെങ്കിൽ അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ -1 അപ്പുറം വെച്ച് കഴിഞ്ഞാൽ +1 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ടേം x = 1 എന്ന് കിട്ടി. രണ്ടാമത്തെ ടേം x - 3യെ 0യ്ക്ക് ഈക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ +3 എന്ന് കിട്ടും. അപ്പോൾ 2 വാല്യൂസാണ് എക്സിന് കിട്ടിയത്. x = 1ഉം x = 3ഉം. ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂസ് കിട്ടി. ഇനി എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവാണ് f'(x). സോ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടിയത് 3x² - 12x + 9 ആണ് അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 3x² ഡെറിവേറ്റീവാണ് 6x - 12xൻ്റെ ഡെറിവേറ്റീവാണ് 12 + 9 കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്താണ് 0 ആയിപ്പോയി. സോ f'(x)ൻ്റെ വാല്യൂ ഇവിടെ 6x - 12 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഈ കിട്ടിയ ടേമിനകത്ത് എക്സിന് പകരം നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കൊടുക്കുക. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് x = 1 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ ആദ്യം വേണ്ടത് f'(1) ആണ് വേണ്ടത്. അപ്പോൾ ഈ ടേമിനകത്ത് എന്ത് ചെയ്യുക, എക്സിന് പകരം 1 എന്ന് കൊടുക്കുക. അപ്പോൾ 6 × 1 - 12 എന്ന് കിട്ടും. അതെന്താണ് =−6 എന്ന് കിട്ടി. അവിടെ നിൽക്കട്ടെ. ഇനി എന്ത് ചെയ്യുക, അടുത്ത എക്സിൻ്റെ വാല്യൂ 3 ആണ്. വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ കിട്ടിയ ഫംഗ്ഷൻ സെക്കൻഡ് ഡെറിവേറ്റീവിൽ എക്സിന് പകരം 3 എന്ന് കൊടുക്കുക. സോ f'(3)യുടെ വാല്യൂ 6 × 3 - 12 = 6 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 2 ക്രിട്ടിക്കൽ പോയിൻറ്റും സെക്കൻഡ് ഡെറിവേറ്റീവിൽ അപ്ലൈ ചെയ്തു. ഇനി കിട്ടുന്ന 2 വാല്യൂസ് നോക്കുക. ആദ്യത്തെ കേസിൽ f'(x) -6 ആണ്. അത് <0 ആണ്. 0യേക്കാൾ ചെറിയ നമ്പറാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ് എങ്കിൽ ഫംഗ്ഷന് മാക്സിമം വാല്യൂ ആയിരിക്കും ഉള്ളത് ആ പോയിന്റിൽ. ലെസ് ദാൻ 0 ആയതുകൊണ്ട് എന്താണ് ഇവിടെ മാക്സിമം വാല്യൂ ആണ്. അതായത് എഫ് ഹാസ് എ ലോക്കൽ മാക്സിമ അറ്റ് എക്സ് ഈക്വൽ 1. ഇവിടെ എക്സിന് 1 ആണ് കൊടുത്തത്. അതുകൊണ്ട് എക്സ് ഈക്വൽ 1 ലോക്കൽ മാക്സിമം ഉണ്ട്. ഇനി ലോക്കൽ മാക്സിമം പോയിന്റ് വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഈ എക്സിന് കൊടുത്ത വാല്യൂ ഏതാണോ അതെടുത്ത് എഫ് ഓഫ് എക്സ് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ എക്സിനെല്ലാം പകരം എന്ത് കൊടുക്കുക, 1 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 19 എന്നായിരിക്കും. സോ ഈ 19 ആണ് നമ്മുടെ ലോക്കൽ മാക്സിമം വാല്യൂ. അത്രയേ ഉള്ളൂ. അത് വീണ്ടും എന്ത് ചെയ്യുക, രണ്ടാമത് കിട്ടിയ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ +r ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഫംഗ്ഷന് ലോക്കൽ മിനിമം ആണുള്ളത്. സോ എന്ത് പറയാം, എഫ് ഹാസ് എ ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 3. ഇനി എന്ത് വേണം, ആ മിനിമം വാല്യൂ വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, എക്സിന് കൊടുത്ത 3 എന്ന് പറയുന്ന പോയിൻറ്റ് ആ 3 എടുത്ത് എഫ് ഓഫ് എക്സിൽ കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സിൽ ഇവിടെയുള്ള എക്സിനെല്ലാം പകരം എന്ത് കൊടുക്കുക, ഈ മൂന്നിടത്തും എക്സിന് പകരം 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വാല്യൂ 15 ആണ്. സോ എന്തായിരിക്കും, 15 ആണ് നമ്മുടെ ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ആ ബാക്കിയുള്ള ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു പാറ്റേൺ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ, ലോക്കൽ മാക്സിമോ അല്ലെങ്കിൽ ലോക്കൽ മിനിമോ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് ഉപയോഗിക്കുക. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ആദ്യത്തെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ്. ആ എഫ് ഡാഷ് ഓഫ് എക്സിനെ 0 ഇക്വേറ്റ് ചെയ്യാം. 0 ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടും. 1, 2, 3 വാല്യൂസ് കിട്ടും. സോ ആ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂസ് എന്ന് പറയാം. ആ ക്രിട്ടിക്കൽ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. കിട്ടുന്ന എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൽ ആ ഒരു ടൈമിൽ എക്സിന് പകരം നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കൊടുക്കുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എന്ത് ചെയ്യുക, ഡബിൾ ഡാഷ് ഓഫ് ആ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ കിട്ടുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷന് മിനിമം വാല്യൂവും ലോക്കൽ മിനിമവും, അതുപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ് എന്ന് കിട്ടുന്നെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും, ലോക്കൽ മാക്സിമം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ബാക്കി നമ്മളിനി ചെയ്യുക 4ാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുന്നു. പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഡു നോട്ട് ഹാവ് മാക്സിമം ഓർ മിനിമ. മാക്സിമ ഓർ മിനിമ ഇല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷന് മാക്സിമമോ അല്ലെങ്കിൽ മിനിമമോ ഇല്ല എന്നെന്ത് ചെയ്യണം, നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം അല്ലെങ്കിൽ മിനിമ കണ്ടുപിടിക്കുന്ന ഒരു പാറ്റേൺ ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണ്. നമ്മൾ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് എന്താ, എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കും. സോ എന്ത് ചെയ്യുന്നു, ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കുകയാണ്. സോ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ ഇവിടെ കിട്ടുന്ന എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇ റേസ് ടു എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, എഫ് ഡാഷ് ഓഫ് എക്സിനെ 0 ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുന്നു, എഫ് ഡാഷ് ഓഫ് എക്സിനെ 0 നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ ഇ റേസ് ടു എക്സ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഒരിക്കലും 0 അല്ലെങ്കിൽ നെഗറ്റീവോ ആകില്ല. അത് എപ്പോഴും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. അതൊരിക്കലും 0 അതിൽ താഴെയോ നെഗറ്റീവോ ആകില്ല, 0 കൂടുതലായിരിക്കും. അതാണ് ഇവിടെ കൊടുത്തേക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇല്ല, എന്താണ് 0 കൂടുതലായിരിക്കും എപ്പോഴും ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആർ. അപ്പോൾ നമുക്കിവിടെ എന്തില്ല, 0 ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷന് എഫ് ഡാഷ് ഓഫ് എക്സിന് ക്രിട്ടിക്കൽ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഇല്ല എങ്കിൽ എന്തില്ല, ഫംഗ്ഷന് നമുക്ക് ലോക്കൽ മാക്സിമമോ അല്ലെങ്കിൽ ലോക്കൽ മിനിമമോ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്തില്ല, ഫംഗ്ഷന് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണ്. അതിന് എന്താണ് ക്രിട്ടിക്കൽ വാല്യൂസ് ഇല്ലാത്തത് കൊണ്ട് ലോക്കൽ മാക്സിമവും ഇല്ല, അതുപോലെ ലോക്കൽ മിനിമവും ഇല്ല. അതാണ് പറഞ്ഞേക്കുക, എഫ് ഹാസ് നെയ്തർ എ മാക്സിമം നോർ എ മിനിമം വാല്യൂ. അത്രയേ ഉള്ളൂ. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ചോദ്യം ജി ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ജി ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് എടുത്തു. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യുന്നു. അപ്പം ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് ജി ഡാഷ് ഓഫ് എക്സ്. റൈറ്റ് സൈഡിൽ ലോഗ് എക്സ് ആണ് ഫംഗ്ഷൻ,
സോ log എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക, എടുത്ത ഫസ്റ്റ് ഡെറിവേറ്റീവിനെ സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 1/xനെ നമ്മൾ സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ g'(x) = 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ 1/x = 0 എന്ന് എഴുതണം. പക്ഷേ എന്തില്ല, 1/xൻ്റെ വാല്യൂ ഒരിക്കലും 0യ്ക്ക് ഈക്വൽ ആകില്ല ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് 0 ഇൻഫിനിറ്റിയിൽ. അപ്പോൾ എക്സിന് പകരം 0യ്ക്കും ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ എന്തില്ല, 1/xൻ്റെ വാല്യൂ ഒരിക്കലും 0യ്ക്ക് ഈക്വൽ ആകില്ല. അപ്പോൾ എക്സിന് 0 എന്ന് കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താണ്, 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതല്ലാതെ വേറെ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് താഴെ എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും 1/xൻ്റെ വാല്യൂ ഒരിക്കലും എന്തില്ല, 0യുമായിട്ട് ഈക്വൽ ആകില്ല. ഓക്കെ, അതുകൊണ്ട് എന്തില്ല, ഇവിടെ വീണ്ടും എക്സിന് നമുക്ക് എന്തില്ല, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്തില്ല, മാക്സിമവും മിനിമവും ഇല്ല. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 5ാമത്തെ ചോദ്യമാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞേക്കുക, ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം ഓഫ് ദ ഫോളോയിങ്. അതൊക്കെ ചോദ്യങ്ങളിലെ അബ്സല്യൂട്ട് മാക്സിമവും അതുപോലെ അബ്സല്യൂട്ട് മിനിമം ഇത് രണ്ടുമാണ് വേണ്ടത്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ വ്യത്യാസം ഇങ്ങനെ ആയിരിക്കും. നേരത്തെ തന്നിരിക്കുന്ന ഫംഗ്ഷനൊന്നും എന്തില്ല, അവരൊരു ഇൻ്റർവെല്ല് ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷേ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം വരുമ്പോൾ എന്തുണ്ട്, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ല് പറയും. a, b എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ല് കാണും. ആ ഇൻ്റർവെല്ലിനകത്തുള്ള വാല്യൂസ് മാത്രം നമുക്ക് മതി. അപ്പോൾ അതാണ് വ്യത്യാസം കാണുക. അപ്പോൾ ചെയ്തു നോക്കാം. അപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെയാണ്, f(x) = sin x + cos x ആണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവെല്ല് x എലമെൻറ്റ് ഓഫ് 0, ആണ്. x എലമെൻറ്റ് ഓഫ് 0, ആണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുക, ബാക്കി പാറ്റേൺ എല്ലാം നേരത്തെ ചെയ്ത് അതുപോലെ തന്നെയാണ്. നമ്മളെങ്ങനെ തുടങ്ങുന്നു, മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനാണ് ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഇവിടെ f'(x)ൻ്റെ വാല്യൂ ആണ് ആദ്യം വേണ്ടത്. സോ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. അതുപോലെ cos x-ൻ്റെ ഡെറിവേറ്റീവ് sin x എന്ന് കിട്ടി, മൈനസ് sin x ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടുന്നത് cos x - sin x എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുക, സാധാരണ f'(x)നെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കും. ഇവിടെ എന്ത് ചെയ്യുക, അത് തന്നെ ചെയ്യുക, f'(x)നെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. സോ f'(x)നെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേമിന് എന്ത് ചെയ്യുക, 0 എന്ന് കൊടുക്കുക. അവിടെ cos x - sin x = 0 എന്ന് വരും. അതിൽ നിന്നും എന്താണ്ടേ ഈ cos x - sin x നമ്മളൊന്ന് മാറ്റുകയാണെങ്കിൽ ഇതാണ്ടേ ഈ -sin x ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ അതെന്താവും, +sin x എന്നാവും. അതായത് cos x = sin x എന്ന് വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കോസിനും സൈനിനും ഈക്വൽ ആകുന്നത് എവിടെയാണ്, അത് π/4 എന്ന് പറയുന്ന തീറ്റയിലാണ്. തീറ്റയുടെ വാല്യൂ π/4 ആകുമ്പോഴാണ് cos x-ഉം sin x-ഉം ഈക്വൽ ആകുന്നത്. അത് ഈ ഒരു 0 π/2 എന്ന് പറയുന്ന ഇൻ്റർവെലിനകത്ത് π/4 മാത്രമേ വരുന്നുള്ളൂ അത് ഈക്വൽ ആയിട്ട്. അതായത് cos π/4ഉം sin π/4ഉം ഈക്വലാണ്. രണ്ടിൻ്റെയും വാല്യൂ 1/√2 ആണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് നോക്കാം, നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ, ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ നമുക്ക് π/4 എന്ന് എടുക്കാൻ പറ്റും. അത് ആലോചിക്കുക, ഇതിപ്പുറം വെച്ച് കഴിഞ്ഞാൽ sin x = cos x എന്ന് വരും. രണ്ടും ഈക്വൽ ആകുന്നത് π/4ലാണ്. അതുകൊണ്ട് അവിടെ എക്സിൻ്റെ വാല്യൂ എന്തെടുക്കാം, നമുക്ക് π/4 എന്ന് ഒരു വാല്യൂ കിട്ടും. ഇവിടെ ഒരേ ഒരു ക്രിട്ടിക്കൽ വാല്യൂ കിട്ടുള്ളൂ, എത്രയാണ്, എക്സിൻ്റെ വാല്യൂ π/4 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, സാധാരണ ചെയ്യുക, ഈ കിട്ടിയ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യുക. നമ്മളിവിടെ എന്ത് ചെയ്യുക, സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ആവശ്യമില്ല, പകരം ഈ കിട്ടിയ എക്സിൻ്റെ വാല്യൂസും ഇവിടെ എക്സിന് കിട്ടിയ π/4ഉം അതുപോലെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഇൻ്റർവെല്ലിൽ a, b എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് കാണും. ഇവിടെ 0, ആണ്. ഇവിടെ മൊത്തം 3 വാല്യൂസ് നമുക്കുണ്ട്, π/4, 0, π. ഈ 3 എക്സിൻ്റെ വാല്യൂസായിട്ട് എടുത്ത് അതെന്ത് ചെയ്യുക, നമ്മൾ f(x)ൽ കൊടുക്കുക. ഇവിടെ f(x)നകത്ത് ആദ്യമേ എക്സിന് പകരം π/4 എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു f(x)ൻ്റെ വാല്യൂ കിട്ടും. വീണ്ടും എന്ത് ചെയ്യുക, എക്സിന് പകരം 0 എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു f(x) കിട്ടും. അതുപോലെ വീണ്ടും എന്ത് ചെയ്യുക, എക്സിന് പകരം π എന്ന് കൊടുക്കുക. അപ്പോഴും എന്ത് ചെയ്യും, ഒരു f(x) കിട്ടും. അങ്ങനെ 3 വാല്യൂസാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് എന്ത് ചെയ്യുക, എക്സിന് കിട്ടിയ നമ്മൾ ആദ്യത്തെ ചെറിയ വാല്യൂ, ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ 0 ആയതുകൊണ്ട് f(0) എടുക്കുന്നു. അപ്പോൾ f(0) എന്ന് വെച്ചാൽ f(x)ൽ എക്സിന് പകരം 0 കൊടുക്കുക. ഇവിടെ sin 0 + cos 0 എന്നാണ് വരിക. അപ്പോൾ sin 0യുടെ വാല്യൂ 0 ആണ്, cos 0 1 ആണ്. 0 + 1 = 1 എന്ന് കിട്ടി.
അടുത്തായിട്ട് എഫ് ഓഫ് പൈ കണ്ടുപിടിക്കുന്നു. സോ എന്ത് ചെയ്യുക, എക്സിന് പകരം പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ പൈ പ്ലസ് കോസ് പൈ എന്ന് വരും. ഈ സൈൻ പൈ 0 ആണ്, അതുപോലെ കോസ് പൈ -1 ആണ്. അപ്പോൾ 0 - 1 ഈക്വൽ ടു -1 എന്ന് കിട്ടി. അടുത്തായിട്ടുള്ളത് എഫ് ഓഫ് π/4 ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, സൈൻ π/4 പ്ലസ് കോസ് π/4 എന്ന് വരും. എക്സിന് പകരം π/4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ സൈൻ π/4ൻ്റെ വാല്യൂ 1/√2, കോസ് π/4 1/√2 ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ √2 എന്ന് വരും. അതായത് മുകളിൽ 1 1 ആഡ് ചെയ്ത് 2 എഴുതുക, താഴെ എന്താണ് സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് താഴെയും √2. അതിന് നമുക്ക് മേളിലുള്ള 2-നെ √2 × 2 എന്ന് എഴുതാൻ പറ്റും. അതായത് താഴെ നമ്മൾ സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് അത് തന്നെ എഴുതുന്നു √2, മേളിൽ 1 + 1 2 ആണ്. ഈ 2 നമുക്ക് മാറ്റി എങ്ങനെ എഴുതാൻ പറ്റും, √2 × √2 എന്ന് എഴുതാൻ പറ്റും. താഴെയുള്ള √2 അതുപോലെ ഒരെണ്ണം ക്യാൻസൽ ആയാൽ ബാക്കി ലാസ്റ്റ് എന്ത് വരും, √2 എന്ന് വരും. സോ എന്ത് കിട്ടി, ലാസ്റ്റ് കിട്ടിയത് √2 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ വാല്യൂ നോക്കുക. ഇവിടെ കിട്ടിയ 3 വാല്യൂസ് 1 -1 √2 ആണ്. ഈ 3-ൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലുത് √2 ആണ്. √2ൻ്റെ വാല്യൂ 1 പോയിൻറ്റ് സംതിങ് ആണ്. സോ എന്ത് ചെയ്യുക, √2 ആണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഈ √2 ആയിരിക്കും നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയാം. ഏറ്റവും വലിയ വാല്യൂ അബ്സല്യൂട്ട് മാക്സിമം അറ്റ് x = π/4 കിട്ടിയത്. ഓക്കെ, എക്സിന് π/4 കൊടുത്തപ്പോഴാണ് √2 കിട്ടിയത്. അതുകൊണ്ട് എഴുതിക്കുക അബ്സല്യൂട്ട് മാക്സിമം ഓഫ് f(x) ഈസ് √2 അറ്റ് x = π/4. അതുപോലെ ഇതിനകത്ത് എന്ത് ചെയ്യുക, ഏറ്റവും ചെറിയ വാല്യൂ നോക്കുക. ഈ 3 വാല്യൂവിൽ ഏറ്റവും ചെറുത് -1 ആണ്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ അബ്സല്യൂട്ട് മിനിമം ഓഫ് f(x) -1 ആയിരിക്കും അറ്റ് x = പൈയിൽ. എക്സിന് പൈ കൊടുത്തപ്പോഴാണ് ഫംഗ്ഷന് -1 കിട്ടിയത്. സോ എന്താണ് ഏറ്റവും മിനിമം വാല്യൂ എന്ന് വെച്ചാൽ -1 ആണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യുക 9ാമത്തെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ sin x + cos x. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്, sin x + cos x ആണ്. ഈ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ f(x) എന്നെടുക്കുകയാണെങ്കിൽ ലെറ്റ് f(x) = sin x + cos x. ഇനി നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം വാല്യൂവിന് വേണ്ടിയിട്ട് ആദ്യമേ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു. അതാണ് f(x)ൻ്റെ ഡെറിവേറ്റീവാണ് f'(x). റൈറ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ sin x-ൻ്റെ ഡെറിവേറ്റീവാണ് cos x. അതുപോലെ cos x-ൻ്റെ ഡെറിവേറ്റീവ് -sin x-ഉമാണ്. അപ്പോൾ നമുക്കിവിടെ f'(x)ൻ്റെ വാല്യൂ cos x - sin x എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, നമ്മൾ f'(x)നെ 0-യുമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ഈ ഒരു f'(x)നെ നമ്മൾ 0-യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ f'(x)ൻ്റെ വാല്യൂ ആണ് cos x - sin x. അതിന് നമ്മൾ =0 കൊടുത്തു. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് cos x - sin x = 0 ആണെങ്കിൽ നമുക്കറിയാം ഇതിപ്പുറം വെച്ച് കഴിഞ്ഞാൽ എന്താവും, -sin x ഇപ്പുറം വന്നു കഴിഞ്ഞാൽ +sin x എന്നാവും. അപ്പോൾ cos x-ൻ്റെയും sin x-ൻ്റെയും വാല്യൂ ഈക്വൽ ആകുന്നത് ഒരു വാല്യൂ π/4 ആണ്, രണ്ടാമതൊരു വാല്യൂ കൂടെ ഉണ്ട് 5π/4. ഇവിടെ 2 വാല്യൂസ് എടുത്തേക്കാണ്. പ്രത്യേകിച്ച് ഇവിടെ എന്താണ് x എലമെൻറ്റ് ഓഫ് r ആയതുകൊണ്ട് ഒരു ഇൻ്റർവെലൊന്നും പറയുന്നില്ല. സോ എന്തെടുക്കാം, നമുക്ക് 2 വാല്യൂസ് എടുത്തു, π/4-ലും അതുപോലെ അടുത്തത് 5π/4-ലുമാണ് എന്ത് sin x-ൻ്റെയും cos x-ൻ്റെയും വാല്യൂസ് ഈക്വലായിട്ട് വരിക. അപ്പോൾ നമുക്കിവിടെ ക്രിട്ടിക്കൽ വാല്യൂസ് കിട്ടി. ഇനി എന്ത് ചെയ്യുക, f(π/4)ഉം അതുപോലെ f(5π/4)ഉമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, f(π/4)ൻ്റെ വാല്യൂ നോക്കാം. സോ അവിടെ എന്ത് ചെയ്യുക, f(x)-നകത്ത് x-ന് പകരം f(x)-ൽ x-ന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, π/4 എന്ന് കൊടുക്കുക. സോ ഇങ്ങനെ മാറും, f(x) sin π/4 + cos π/4 എന്ന് മാറും. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് √2 എന്ന് കിട്ടും. sin π/4-ഉം cos π/4-ഉം 1/√2 ആണ്. സോ 1/√2 + 1/√2 = √2 എന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും. അവിടെ അടുത്തതായിട്ട് വേണ്ടത് 5π/4ൻ്റെ വാല്യൂ ആണ്. സോ എന്ത് ചെയ്യുക, വീണ്ടും f(x)-നകത്ത് x-ന് പകരം 5π/4 എന്ന് കൊടുക്കുക. അതാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറുന്നു, f(x)ൻ്റെ വാല്യൂ sin 5π/4 + cos 5π/4 എന്ന് മാറും. ഇവിടെ വലിയ നമ്പർ തീറ്റയ്ക്കകത്ത് വലിയ നമ്പേഴ്സ് വരുമ്പോൾ സോൾവ് ചെയ്യാൻ നിങ്ങൾ +1-ൽ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയാമെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന മെത്തേഡ് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ വലിയ നമ്പർ വരുമ്പോൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഈ സൈൻ തീറ്റയെ മാറ്റിയിട്ട് sin 180 + θ ഫോമിലേക്ക് മാറ്റുക.
ഈ വലിയ നമ്പർ വലിയ തീറ്റയെ സൈൻ 180 അതാണ് പൈയുടെ വാല്യൂ 180 ആണ്. അപ്പോൾ സൈൻ പൈ പ്ലസ് തീറ്റ ഫോമിലേക്ക് മാറ്റുന്നു. അതുപോലെ കോസിനെ എന്ത് ചെയ്യുക, കോസ് പൈ പ്ലസ് തീറ്റ ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ പൈക്ക് 180 കൊടുത്ത് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്കൊന്ന് മാറ്റി നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ 5π/4 പൈ പ്ലസ് π/4 എന്ന് മാറ്റാൻ പറ്റും. ഇവിടെ പൈയുടെ അടിയിൽ 1 ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 4 π പ്ലസ് പൈ 5π ആണ്, മുകളിൽ 5π തന്നെ, താഴെ എത്ര തന്നെയാണ് 1 4 4 തന്നെ. സോ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് പൈ പ്ലസ് π/4 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ രണ്ടാമത്തെ ടേം കോസ് 5π/4 ആണ്. അതിനെയും കോസ് പൈ പ്ലസ് തീറ്റ ഫോമിലേക്ക് മാറ്റുമ്പോൾ കോസ് പൈ പ്ലസ് π/4 എന്ന് അതിനെയും മാറ്റി. ഇനി നമ്മൾ ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒരു കോഡൻ്റ് വരച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പൈ 0 ആണ്, ഇവിടെ π/2 ആണ്. ഈ ഒരു ലൈനാണ് നമ്മൾ പൈ ആയിട്ട് വരിക 180 ഡിഗ്രി. അപ്പോൾ സൈൻ പൈ പ്ലസ് തീറ്റയാണ്. അപ്പോൾ പൈയുടെ കൂടെ എന്ത് ചെയ്യുന്നു, വീണ്ടും തീറ്റ ആഡ് ചെയ്യുമ്പോൾ തീറ്റ ഇൻക്രീസ് ആയിട്ട് തൊട്ടടുത്ത ക്വാഡ്രൻറ്റിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്നും തീറ്റ ആഡ് ചെയ്യുമ്പോൾ അടുത്ത ക്വാഡ്രൻറ്റിലേക്കാണ് മാറുക. മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യും, തീറ്റ കുറയ്ക്കുകയാണ്. അപ്പം വീണ്ടും ബാക്കിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വാഡ്രൻ്റ് ആവും. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് വീണ്ടും ഇതു പൈയേക്കാൾ തീറ്റ കൂടിയിട്ട് അടുത്ത മൂന്നാമത്തെ ക്വാഡ്രൻ്റായി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ മൂന്നാമത്തെ ക്വാഡ്രൻറ്റിൽ നെഗറ്റീവാണ്. അതുകൊണ്ട് ഈ സൈൻ പൈ പ്ലസ് തീറ്റ എന്തായിരിക്കും, മൈനസ് സൈൻ തീറ്റ എന്ന് മാറ്റാൻ പറ്റും. സോ അത് മൈനസ് സൈൻ π/4 എന്ന് വരും. അതുപോലെ കോസ് നോക്കുകയാണെങ്കിൽ കോസ് എന്താണ്, പൈ പ്ലസ് തീറ്റ ഫോമിലാണ്. അപ്പം പൈ പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ അത് മൂന്നാമത്തെ ക്വാഡ്രൻ്റാണ്. മൂന്നാമത്തെ ക്വാഡ്രൻറ്റിൽ കോസും എന്ത് തന്നെയാണ്, നെഗറ്റീവായതുകൊണ്ട് കോസ് പൈ പ്ലസ് തീറ്റയെ നമുക്ക് മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ എന്ത് തോന്നുന്നു, മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം π/4 കൊടുത്തു. ഇനി ഇവിടെ ഇതിൻ്റെ വാല്യൂ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് -√2 എന്നായിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുക. സോ ഈ രണ്ട് വാല്യൂസിൽ ആദ്യത്തെ വാല്യൂ കിട്ടിയത് √2, രണ്ടാമത്തെ വാല്യൂ -√2 അതിൽ ഏറ്റവും വലിയ നമ്പർ √2 ആണ്. സോ എന്തായിരിക്കും, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് √2 ആണ്. എപ്പോഴാണ് എക്സിന് പകരം π/4 കൊടുത്തത്. സോ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് √2 അറ്റ് x = π/4. ചെയ്ത് നോക്കുക.